ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു അഡ 24/7 മലയാളം യൂട്യൂബ് ചാനൽ. SSC CGL 2024 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 26 മെയ് വരെയുള്ള വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ SSC CGLന്റെ ഒരുപാട് പോസ്റ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ടെൻഡേറ്റീവ് വേക്കൻസിയും തന്നെ നമുക്ക് പറയാം. എന്നാലും ഏകദേശം നമുക്കൊരു 11,000-ഓളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിനാണ്, എത്രയൊക്കെയാണ് വേക്കൻസി കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യാനുള്ളത് വെച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ബൂസ്റ്റപ്പ് ചെയ്യുക. അതുപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഈ CGL നമുക്ക് ക്രാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സാം പാറ്റേണും എക്സാം സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. എക്സാം പാറ്റേൺ നമ്മൾ പോയിട്ടുണ്ട്. അതായത് Tier 1 ആൻഡ് Tier 2 പോകേണ്ട എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി പഠിച്ചു പോവുക. അതേ രീതിക്ക് തന്നെ പഠിച്ചു പോവുക. സിലബസ് കവർ ചെയ്ത് പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കറക്റ്റായിട്ട് നോക്കി പോവുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളായിട്ട് നമ്മൾ പുറകെ വരുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് വേക്കൻസി എത്രയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ള ഒരു SSC ഒഫീഷ്യലി നമുക്ക് വന്നിട്ടുള്ള ഒരു വേക്കൻസി റിപ്പോർട്ട് ഇതാണ്. അതായത് നമുക്ക് ടോട്ടൽ 11,132 വേക്കൻസീസ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഇത്രയും പോസ്റ്റുകളാണ്. അതായത് ASO ഇൻ CSS, GST ബാർ എക്സൈസ് ഇൻസ്പെക്ടർ, അങ്ങനെ ഓരോന്നിനും നമുക്ക് എന്താണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ASO ഇൻ CSS, അപ്പം ടോട്ടൽ ASO വേക്കൻസി എന്ന് പറയുന്നത് 930 ആണ്. അതിൽ UR 377 വേക്കൻസി, OBC 251 വേക്കൻസി, EWS 93 വേക്കൻസി, SCC 139 വേക്കൻസി, ST 70 വേക്കൻസി. അപ്പൊ ഇത്രയാണ് ASO പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസി 930 ആണ്. ഇനി GST ബാർ എക്സൈസ് ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ 2,664 വേക്കൻസിയാണ്. അതിൽ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ആണെങ്കിൽ 1,067 വേക്കൻസി ഉണ്ട്. OBCക്ക് 737, EWSന് 228, SCക്ക് 420, STക്ക് 212 വേക്കൻസീസ് ആണ്. ഇനി ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ടോട്ടൽ 411 വേക്കൻസിയാണ്. അതിൽ 179 UR, 65 OBC, 48 EWS, 61 SC, 58 ST ആണ്. ഇനി ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അതായത് GSO വരുന്നത് 725 വേക്കൻസി ആണ്. അതിൽ 253 UR വേക്കൻസി വരിക. 219 OBC, 75 EWS, 115 SC ആൻഡ് 63 ST ആണ്. നെക്സ്റ്റ് ടാക്സ് അസിസ്റ്റന്റ് അതായത് CBDTയിലെ ടാക്സ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ 2,259 വേക്കൻസി ആണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റിസർവേഷൻ വേക്കൻസി കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പ്രിവെന്റീവ് ഓഫീസറിന് 340 വേക്കൻസിയാണ് ടോട്ടൽ. എക്സാമിനറിന് 145 വേക്കൻസിയാണ് ടോട്ടൽ. എക്സിക്യൂട്ടീവ് ഇൻസ്പെക്ടറിന് 111 വേക്കൻസിയാണ്. അതുപോലെ ടാക്സ് അസിസ്റ്റന്റ് ഇൻ CBIC ആണെങ്കിൽ നമുക്ക് 1,620 വേക്കൻസിയാണ്. ഓക്കെ, CBN ഇൻസ്പെക്ടർ ആണെങ്കിൽ 15 വേക്കൻസി. അതിന് ഇവിടെ കാറ്റഗറി വൈസ് ഡേറ്റ ഓഫ് ദീസ് പോസ്റ്റ് ഈസ് നോട്ട് അവൈലബിൾ എറ്റ്. അപ്പൊ ഇതുവരെയും കാറ്റഗറി വൈസ് ഡേറ്റ ഈ പറയുന്ന ഇത്രയും പോസ്റ്റുകൾക്ക് വന്നിട്ടില്ല. CBN ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ്, പിന്നെ ഓഡിറ്റർ CGDA, UDC, SI, CBN. അപ്പൊ ഇതിന്റെ ഇത്രയും നമുക്ക് കാറ്റഗറി വൈസ് ഡേറ്റ വന്നിട്ടില്ല. അത് നമുക്ക് എപ്പോഴാന്ന് വെച്ചാൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ കൺഫർമേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ടോട്ടൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CBN ഇൻസ്പെക്ടർ ആണെങ്കിൽ 15 വേക്കൻസി, ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ് ആണെങ്കിൽ 55 വേക്കൻസി, ഓഡിറ്റർ CGDA ആണെങ്കിൽ 1,799 വേക്കൻസി, UDC 40, SI 18. അങ്ങനെ ടോട്ടൽ 11,132 വേക്കൻസീസ് ആണ് 26 മെയ് 2024 പ്രകാരം വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഡേറ്റ് അനുസരിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടും അപ്പൊ ഇത്രയും വേക്കൻസീസ് ഇത് ടെൻറ്റേറ്റീവ് ആണ്. നമുക്ക് ഇനിയും വേക്കൻസി ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ 26 മെയ് പ്രകാരമാണല്ലോ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും വേക്കൻസീസ് ചിലപ്പം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇനി ബാക്ക് ചെയ്യരുത്. നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുക. എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യേണ്ടെന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ വീഡിയോസിലും വന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബൂസ്റ്റപ്പ് ചെയ്ത് നിങ്ങൾ സ്റ്റഡീസ് ഒന്ന് ഇൻക്രീസ് ചെയ്തെടുക്കുക. ഓക്കെ,
ഇതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നിട്ടുള്ളത് കണ്ടോ, ടാക്സ് അസിസ്റ്റന്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസീസ്. ടാക്സ് അസിസ്റ്റന്റ് അല്ല, എക്സൈസ് ഇൻസ്പെക്ടർ ആണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ടാക്സ് അസിസ്റ്റന്റ് ആണ്. പിന്നെ വരുമ്പോഴത്തേക്കും CBICയിലെ ടാക്സ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, പിന്നെ വരുമ്പോൾ ഓഡിറ്റർ CGD ആണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു വിധം ഐഡിയ കിട്ടിയല്ലോ എത്ര വരും എന്നുള്ളൊരു ഒരു കറക്റ്റ് ഒരു വിധത്തിലുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി കറക്റ്റായിട്ട് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാന്നുള്ളതാണ്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് Tier 1 Tier 2 നമുക്കറിയാം 2 എക്സാംസ് ആണ്. Tier 1 ആൻഡ് Tier 2 നമുക്ക് 2 എക്സാംസ് ആണുള്ളത്. അപ്പോൾ ആ 2 എക്സാംസിനും എന്തൊക്കെയാണ് സിലബസ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഇന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പഠിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെയ് മാസം അവസാനം ഒരു ഓഫർ വന്നിട്ടുണ്ട്, മന്ത് എൻഡ് സെയിൽ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് SSC CHSLന്റെ ലോങ് ടേം ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പൊ CGയിലാണ് ഞാൻ കാണിച്ചത്. അപ്പൊ CHSL ആയാലും CGL ആയാലും നമുക്ക് ഒരേ രീതിക്കാണ് നമ്മുടെ എക്സാം പാറ്റേൺ പോകുന്നത്. സിലബസ് ഒരേ രീതിക്കാണ്. ആ ക്വസ്റ്റ്യനിലുള്ളൊരു ചെറിയൊരു വേരിയേഷൻ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് SSC CHSL ലോങ് ടേം ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് പഠിച്ച് പോകാന്നുള്ളതാണ്. അതല്ലെങ്കിൽ SSC CGLന്റെ ബാച്ച് ഉടനെ തന്നെ നമ്മൾ വരുന്നതായിരിക്കും, പുതിയ ബാച്ച്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫും, അതുപോലെ വാലിഡിറ്റി 2x ആണ്, 17% ഓഫ് ഉണ്ട് കേട്ടോ. വാലിഡിറ്റി ഡബിൾ വാലിഡിറ്റി ആണ്, 2 വർഷത്തെ കോഴ്സ് ആയിരിക്കും. എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു ഇത് വരുന്നത് അതിന് 2 വർഷമായിരിക്കും നിങ്ങൾക്ക്, ഡബിൾ വാലിഡിറ്റി ആയിരിക്കും വരിക. അതിൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ച് 4 2399 രൂപയാണുള്ളത്. പിന്നെ വരുമ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ബാച്ച് 3 1999 രൂപയാണ്. KWA ലാബ് അസിസ്റ്റന്റ് ആണെങ്കിൽ 1999 ആണ്. SSC CHSL ലോങ് ടേം ബാച്ച് ആണെങ്കിൽ 1999 ആണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു ബാച്ച് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗൂഗിളിൽ ADA24/7 മലയാളം കൊടുക്കുക. നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് ലിങ്കിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബാച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ്. അതിൽ ആദ്യം ഹൈക്കോർട്ട് ബാച്ചിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, May 29 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 50 സീറ്റാണ് ഇനി ബാക്കിയുള്ളത്. ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ Y340 യൂസ് ചെയ്യാം. Y340 യൂസ് ചെയ്യുകയാണെങ്കിൽ 2343 രൂപയ്ക്ക് കുറച്ചും കൂടി റിഡക്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, ഇത് HCAയുടെ ബാച്ച് ആണല്ലോ. പിന്നെ നമുക്ക് കേരള ബാങ്കിന്റെ ബാച്ച് ഉണ്ട്, ക്ലർക്കിന്റെ ബാച്ച് ഉണ്ട്, കറണ്ട് അഫയറിന്റെ ബാച്ച് ഉണ്ട്, LDC ഉദ്യോഗയുണ്ട്, പിന്നെ SSC CHSLന്റെ ബാച്ച് ഉണ്ട്. ഓക്കെ, April 29 സ്റ്റാർട്ട് ചെയ്തത്. അതല്ലാതെ നമുക്ക് SSC CHSLന്റെ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെയിൽവേ ബാച്ച് 2 നമ്മൾ June 7 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ ബാച്ച് 2 ഫൗണ്ടേഷൻ ബാച്ച് 2 നമ്മൾ June 7 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേയുടെ എക്സാംസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുവാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. പിന്നെ HCAയുടെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ബാച്ച്, റിമാമിസിന്റെ ഡിസ്ക്രിപ്റ്റീവ് ബാച്ച് ഉണ്ട്, ബാങ്ക് ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് July 4 July 7 ഒക്കെ നമുക്ക് വരുന്ന ബാച്ചുകളാണ്. അതുപോലെ SSC MTS ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരി ബാച്ചസ്, അതായത് നമുക്ക് ഇപ്പം റീസെന്റ് ആയിട്ട് എക്സാമിനുള്ള ഒത്തിരി ബാച്ചസും കാര്യങ്ങളും നമ്മൾ ഇതിലേക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യേണ്ട ഫാക്കൽറ്റി കോഡ് Y340 ആണ്. ഇനി നമ്മുടെ ടെസ്റ്റ് സീരീസോ ബുക്സോ ഒക്കെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Y340S കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം നല്ല ഒരു പ്രൈസ് റിഡക്ഷൻ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ വേക്കൻസി ഒരു ഊഹം കിട്ടിയല്ലോ, വേക്കൻസീസിന് ഒരു ഊഹം കിട്ടിയല്ലോ. അപ്പം കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇനി അടുത്തൊരു ചാൻസിലേക്ക് നിങ്ങൾ നോക്കിയിരിക്കാതെ ഈ ഒരു ചാൻസ് നന്നായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിച്ചു പോവാം കേട്ടോ. അപ്പം നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇത് റിലേറ്റ് ആയിട്ട് വരുന്ന വീഡിയോസ് കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെയും താങ്ക് യു, ബൈ.